ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പൈപ്പ് ക്ലീനറും കൊണ്ട് ഇതുപോലത്തെ ഒരു സൺഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ഗ്ലൂ ഗൺ ആവശ്യമുണ്ട്, സിസേഴ്സും ചുറ്റാനായിട്ടുള്ള ടേപ്പും, പിന്നെ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് യെല്ലോ, ബ്രൗൺ, ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ വേണം. സ്റ്റെം ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റിക്കും വേണം. ആദ്യം നമ്മൾക്കൊരു യെല്ലോ പൈപ്പ് ക്ലീനർ എടുത്ത് ഹാഫിൽ മുറിക്കണം. എന്നിട്ട് അത് രണ്ടും ഹാഫായി മടക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്നൊന്നിൻ്റെ അകത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് എടുക്കണം. ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ പെറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം. താഴെ നമ്മൾ ഇതുപോലെ ചുറ്റിക്കൊടുക്കണം. എന്നിട്ട് നമ്മൾ പൈപ്പ് ക്ലീനർ അകത്തി വെച്ചിട്ട് ഷേപ്പായി എടുക്കണം. പെറ്റലിൻ്റെ അറ്റത്ത് നമ്മൾ ശരിക്കും കൂർപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഷേപ്പ് ചെയ്ത് ബെൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളുടെ ഒരു സൺഫ്ലവർ പെറ്റിൽ റെഡിയായി. ഇതുപോലെ നമ്മൾ 16 പെറ്റിൽസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 16 പെറ്റിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് സൺഫ്ലവറിന്റെ നടുക്ക് വെക്കാനുള്ള ബ്രൗൺ പൈപ്പ് ക്ലീനർ റെഡിയാക്കി എടുക്കാം. നമുക്കതിന് 3 ബ്രൗൺ കളർ പൈപ്പ് ക്ലീനർ വേണം. ഞാൻ സിക്സാക് ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുവാണ്. ഇത്തിരി നീളത്തിൽ ഫോൾഡ് ചെയ്യല്ലേ. ഞാനിവിടെ 0.5 സെന്റിമീറ്ററിലാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾക്ക് 3 ബ്രൗൺ പൈപ്പ് ക്ലീനറും ചെയ്തെടുക്കണം. നമ്മളുടെ 3 ബ്രൗൺ കളറും റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്ലവറിന്റെ പുറകിൽ വെക്കാനുള്ളതാണ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 സെന്റിമീറ്ററിലാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. 4 ടൈംസ് മുകളിലേക്കും താഴേക്കും ഇതുപോലെ ഫോൾഡ് ചെയ്യണം. ഇനി നമ്മൾക്ക് ഓരോന്നും ലീഫിന്റെ ഷേപ്പിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ ഞാൻ ചെയ്യുന്ന പോലെ? 4 എണ്ണവും അതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എൻഡിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾക്ക് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ 2 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾക്ക് 4 ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ വേണം. ഒരു പൈപ്പ് ക്ലീനർ 18 സെന്റിമീറ്ററിൽ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. മെഷർ ചെയ്ത് ആ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ വളച്ചു ചുറ്റിയെടുക്കണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ മിഡിലിൽ കൂടെ എടുക്കണം. നമ്മൾക്ക് ലീഫിന്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് വേറെ പൈപ്പ് ക്ലീനർ എടുത്ത് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിതുപോലെ മെടഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ, ചേർത്ത് മെടഞ്ഞെടുക്കണം. നമ്മളുടെ ഒരു പൈപ്പ് ക്ലീനർ തീരുമ്പോൾ അടുത്ത് അതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 വട്ടം ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ ഭയങ്കര ഈസിയാണ്. കണ്ടോ, നമ്മളുടെ ഭംഗിയുള്ള ലീഫ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ 2 ലീഫ് ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ ഒരു ലീഫ് കുഞ്ഞായിപ്പോയി ഞാൻ ഉണ്ടാക്കിയപ്പോൾ. ഇത് സാരമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എന്നെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗൺഗ്ലൂ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അമ്മ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മിഡിൽ വെക്കാനുള്ള ബ്രൗണ് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഗ്ലൂ ഇട്ട് ചുറ്റി കൊടുക്കാം. ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൽ പെറ്റിൽസ് ഒട്ടിച്ചു കൊടുക്കണം. ഓരോരോ പെറ്റിൽസ് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ നമ്മൾക്ക് 8 പെറ്റിൽസ് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബാക്കി 8 പെറ്റിൽസ് ഒട്ടിച്ചു കൊടുക്കാം. മുകളിലായിട്ട് ഒട്ടിക്കുമ്പോൾ ഓരോ സ്പേസിൽ വേണം ഒട്ടിക്കാനായിട്ട്, എന്നാലേ അടിയിലുള്ള പെറ്റിൽസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മൾക്ക് ഫ്ലവറിൻ്റെ അടിയിലുള്ള ഗ്രീനും സ്റ്റിക്കും ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് കമ്പ് കുറച്ച് വളച്ചു കൊടുക്കാം. ഓരോ പെറ്റിൽസ് നമ്മൾക്ക് ഇനി ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ താഴോട്ട് വളച്ചിട്ട് വേണേ നമ്മൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ സൺഫ്ലവർ ഇവിടെ നല്ല ഭംഗിയായി വരുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? കഴിഞ്ഞിട്ടില്ല, നമുക്ക് ലീഫ് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾക്ക് ടേപ്പും കൊണ്ട് സ്റ്റെമ്പ് മൊത്തം ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ലീഫും അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പൈപ്പ് ക്ലീനർ സൺഫ്ലവർ ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.